നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏത്തപ്പഴം വെച്ചിട്ട് ഒരു സ്പെഷ്യൽ സ്റ്റാർട്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇറച്ചി മീനൊന്നും കഴിക്കാത്തവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ല എരിവും മധുരമൊക്കെ ഉള്ള ഒരു സ്റ്റാർട്ടറാണിത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാം. പിന്നെ ഏത്തപ്പഴം വെച്ചിട്ടുള്ളൊരു ബട്ടർ മസാല ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ സ്വീറ്റ് ആൻഡ് സ്പൈസി ബനാന ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള അത്യാവശ്യം നന്നായിട്ട് പഴുത്ത 2 ഏത്തപ്പഴം എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഏത്തപ്പഴവും ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ചിപ്സൊക്കെ പൊരിക്കാൻ കട്ട് ചെയ്യുന്നത് പോലെ ഒരുപാട് തിന്നാക്കി കട്ട് ചെയ്യേണ്ട, ഒരുപാട് തിക്കായിട്ടും കട്ട് ചെയ്യേണ്ട കേട്ടോ. ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഏത്തപ്പഴം വെച്ചിട്ട് നമ്മൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലേ. ഒരെണ്ണം ഞാൻ ഈ അടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത്തപ്പഴവും മുട്ടയും കൂടി ചിക്കിയത് ഒരു 1.5 വിഭവമാണ്. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അതും എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമ്മൾ 2 ഏത്തപ്പഴം മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഒരുപാട് പുളിച്ച് പോകരുത്, എന്നാൽ അത്യാവശ്യം പുളി ഉണ്ടാവണം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്നെല്ലാം മിക്സ് ചെയ്യാം. കൈ വെച്ച് നന്നായി തന്നെ മിക്സ് ചെയ്യാം. പഴത്തിൻ്റെ ഇരുവശങ്ങളിലും ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി 10-15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. പഴത്തിലേക്കൊക്കെ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. ഇപ്പം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു ഫ്രൈ പാൻ ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പഴമെല്ലാം ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് നിരത്തി കൊടുക്കാം. ഏത്തപ്പഴം വർഷങ്ങളോളം കേടാവാതെ നമുക്ക് ഉണക്കി സൂക്ഷിക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ്. പഴത്തിൻ്റെയൊക്കെ വില കുറയുമ്പം കുറച്ചധികം വാങ്ങിച്ചിട്ട് പല ഷേപ്പിലും കട്ട് ചെയ്തിട്ട് നമുക്കത് ഉണക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നിരത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. നമ്മൾ മസാല തയ്യാറാക്കിയ പാത്രത്തിലാണ് സവാള അരിഞ്ഞിട്ടത്. അതാണ് ഈ ഒരു കളറ്. അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് നമ്മൾ മാക്സിമം മസാല വടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴത്തിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നപ്പം മറിച്ചിട്ട് കൊടുക്കണേ. നമ്മൾ വയ്ക്കുന്ന ഫ്ലെയിം അനുസരിച്ച് മൊരിയുന്ന ടൈമിലൊക്കെ മാറ്റം വരും കേട്ടോ. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വയ്ക്കരുത് കേട്ടോ. പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പം ഏറ്റവും കുറച്ച് വേണം ഫ്ലെയിം വയ്ക്കാനായിട്ട്. അപ്പോൾ പറ്റുന്നത് പോലെ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് എത്രയും മൊരിഞ്ഞ് കിട്ടുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ വീണ്ടും ഇതൊന്ന് നിരത്തി കൊടുക്കണേണ്. അപ്പോൾ മറു സൈഡും ഒന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയാണ്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട, കരിഞ്ഞു പോകണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ 2-3 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേണ്. ഫ്രൈ ആയിട്ടില്ല എന്ന് തോന്നണ പഴമൊക്കെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ. ഇനി വീണ്ടും നമുക്ക് നേരത്തെ നിരത്തി വെച്ച പോലെ നിരത്തി വെച്ചിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് കൊടുത്തേക്കണേ. പിന്നെ ഇതുപോലെയുള്ള സിമ്പിൾ പരീക്ഷണങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അവസാനം കുറച്ച് കുരുമുളക് പൊടിയും കൂടി വിതറി കൊടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ഉപ്പും പുളിയും മധുരവും എരിവൊക്കെ ഉള്ള ബനാന ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഏത്തപ്പഴവും തൈരും വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും എനിക്ക് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്